ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ജെപിസിയുടെ പരിഗണനയ്ക്ക് വിടും. ബിൽ അവതരണത്തിനുള്ള വോട്ടെടുപ്പിൽ സർക്കാരിന് ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചു. 269 എംപിമാർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 198 അംഗങ്ങളാണ് എതിർത്തത്. അതേസമയം ബിൽ നിയമസഭകളുടെ അധികാരം കവരുന്നതല്ലെന്ന് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ അവതരിപ്പിക്കുന്നതിനിടെ പറഞ്ഞു. With your permission, I beg to move for leave to introduce the Constitution 129th Amendment Bill. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലാണ് അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിനിടെ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതായി സർക്കാർ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ജെപിസി നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. माननीय सदस्य बालू साहब ने कहा कि इसको जेपीसी को दे देना चाहिए. जब ये संविधान सुधार का विधेयक संवैधानिक संशोधन जब कैबिनेट में चर्चा में आया तब प्रधानमंत्री जी ने स्वयं मंशा व्यक्त करी थी कि इसको जेपीसी को देना चाहिए. इस पर विस्तृत चर्चा सभी स्तर पर होनी चाहिए. ബിൽ അവതരണത്തെ 269 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 198 അംഗങ്ങൾ എതിർത്തു. കോൺഗ്രസ്, SP, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങി ഇന്ത്യ സഖ്യം ബില്ലിനെ എതിർത്തു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണിതെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. Bills which have been moved by the Honorable Minister of Law and Justice absolutely assault the basic structure of the Constitution and are beyond the legislative competence of this House. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾക്കായി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്നും ബില്ല് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ലഘൂകരിക്കുമെന്നും നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ വിശദീകരിച്ചു. നെഹ്റുവിന്റെ കാലത്ത് 951 മുതൽ 62 വരെ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് നടന്നതെന്നും BJP ചൂണ്ടിക്കാട്ടി. विधानमंडल के किसी भी सदन के चुनाव से संबंधित सभी मामलों के संबंध में प्रावधान कर सकती है. सर, इट इज ए कॉन्स्टिट्यूशनल प्रोविजन. मैं वही बता रहा हूँ. किसी राज्य की मतदाता सूची की तैयारी, निर्वाचन क्षेत्रों का परिसीमन और ऐसे सदन या सदनों के उचित गठन को सुनिश्चित करने के लिए आवश्यक अभी सभी मामले इसमें शामिल हैं. 2034 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റഘട്ടമായി നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബില്ല് അവതരിപ്പിച്ചത്. കഴിഞ്ഞ 12-ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം നൽകിയിരുന്നു. ജനം, ഡൽഹി.